ഹലോ എവരി വൺ. അപ്പോ നമ്മുടെ കേട്ടറ്റ് പരീക്ഷ ഇങ്ങെത്തി. അപ്പൊ നിങ്ങളിപ്പോ സൈക്കോളജി മലയാളം ക്ലാസ്സുകൾ കേട്ടു. എല്ലാവരും ലൈവിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഹിന്ദി നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഹിന്ദിയുടെ ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, ചോദ്യങ്ങളെല്ലാം നോക്കാം. അപ്പൊ നിങ്ങൾ എന്തായാലും ലൈവിൽ തന്നെ ഇരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ എല്ലാവരും എങ്ങും പോവാതെ ഇവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉച്ചാരൺ സ്ഥാൻ കെ ആധാർ പർ വർണ്ണ വിചാറിൽ വരുന്നതാണ്. ഉച്ചാരൺ സ്ഥാൻ കെ ആധാർ പർ വർണ്ണോ കാ വർഗീകരൺ. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ അക്ഷരമാല 52 വർണ്ണ അല്ലെങ്കിൽ അക്ഷരങ്ങളാണ് നമ്മുടെ വർണ്ണമാലയിലുള്ളത്. അപ്പൊ ഈ ഉച്ചാരന്റെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതെല്ലാമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ കാണാം ഇതിൽ കണ്ഠി. കണ്ഠി എന്ന് പറയുമ്പോൾ സ്വരാക്ഷരങ്ങളായ അ, ആ, അതുപോലെ കവർഗ്. കവർഗ് അറിയാം അല്ലെ, ക, ഖ, ഗ, ഖ, അതാണ് കവർഗ് എന്ന് പറയുന്നത്. പിന്നെ ഹ, പിന്നെ അഹ, വിസർഗ്. അതുപോലെ രണ്ടാമതായിട്ട് താലവ്യ. താലവ്യ എന്ന് പറയുമ്പോൾ സ്വരാക്ഷരങ്ങളിൽ തന്നെ ഈ, പിന്നെ ച വർഗ് ഇതിൽ വരുന്നുണ്ട്, പിന്നെ യ, ഷ. പിന്നെ മൂർധന്യ. മൂർധന്യ എന്ന് പറയുമ്പോൾ റു, ട വർഗ് വരുന്നുണ്ട്, പിന്നെ ര, ഷയാണ് വരുന്നത്. പിന്നെ ദന്ത്യ. ദന്ത്യ എന്ന് പറയുമ്പോൾ ത വർഗ് വരുന്നു, പിന്നെ ല, സ ആണ് വരുന്നത്. ഇനി വരുന്നത് ഓഷ്ഠ്യാണ്. ഓഷ്ഠ്യ എന്ന് പറയുമ്പോൾ ഉ, ഊ, പിന്നെ പവർഗാണ് വരുന്നത്. അതുപോലെ കണ്ഠതാളവ്യ. കണ്ഠതാളവ്യ എന്ന് പറയുമ്പോൾ എ വരുന്നുണ്ട്, അതുപോലെ ഐ വരുന്നുണ്ട്. പിന്നെ കണ്ഠോഷ്ഠ്യ. കണ്ഠോഷ്ഠ്യ എന്ന് പറയുമ്പോൾ ഓ, പിന്നെ ഔ ആണ് വരുന്നത്. പിന്നെ വരുന്നു ദന്തോഷ്ഠ്യ. ദന്തോഷ്ഠ്യ എന്ന് പറയുമ്പോൾ വായാണ്. പിന്നെ നാസിക്, അം, അനുസ്വാർ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വർണ്ണ എല്ലാം ഈ പറയുന്ന ഉച്ചാരൺ സ്ഥാൻ കെ ആധാർ പർ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വർണ്ണങ്ങളും ഏതിലൊക്കെ വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നുമുള്ള ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഭംഗിയായിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് 8വീं അനുസൂചി കി ഭാഷയെ. അപ്പോൾ നിങ്ങൾക്കറിയാം 8ാം ഷെഡ്യൂളിൽ വരുന്ന ഭാഷകൾ എന്നുള്ളതാണ്. അതെന്താണ് അല്ലേ? കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെ 8ാം ഷെഡ്യൂളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, 22 ഭാഷകൾ ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ട ഭാഷകളാണ്. അപ്പോൾ അത് ഏതെല്ലാമാണെന്ന് നോക്കാം. 22 ഭാഷയും 22 ഭാഷകളാണ്. എന്തെല്ലാമാണ്? മലയാളം, തമിഴ്, കന്നഡ, തെലുങ്കു. അപ്പോൾ ഈ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്കു എന്ന് ഞാൻ ഇടാൻ കാരണം അത് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ നിങ്ങൾ നോക്കി വയ്ക്കുക. സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ മലയാളം, തമിഴ്നാട്ടിലെ തമിഴ്, കർണാടകയിലെ കന്നഡ, ആന്ധ്രാപ്രദേശിലെ തെലുങ്ക്, ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് 4 പിന്നെ വരുന്നത് അസമിയ, കശ്മീരി, ഗുജറാത്തി, പഞ്ചാബി, മറാഠി, ഹിന്ദി, ബംഗ്ല, ഉഡിയ ഭാഷകളാണ്. അപ്പോൾ ഏതെല്ലാമാണ്? അസമിയ ഉണ്ട്, അതുപോലെ കശ്മീരി, ഗുജറാത്തി, പഞ്ചാബി, മറാഠി, പിന്നെ വരുന്നത് ഹിന്ദി, ബംഗ്ല, ഉഡിയ. പിന്നീട് നമുക്കറിയാം ഉറുദു, സംസ്കൃത ഭാഷകളാണ്. പിന്നെ സിന്ധി. അപ്പോൾ ആദ്യത്തെ ഈ ഭാഷകളെല്ലാം തന്നെ 18 ഭാഷകളായിരുന്നു ആദ്യം അല്ലെ. 14 ഭാഷകളായിരുന്നു ആദ്യം അംഗീകരിക്കപ്പെട്ടിരുന്നത്, അതായത് ഭരണഘടന നിലവിൽ വരുമ്പോൾ. പിന്നീട് ഓരോ അമെൻമെന്റിലൂടെയാണ് മറ്റു ഭാഷകൾ കടന്നു വന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു ഭാഷയാണ് 967 21ാമത്തെ അമെൻമെന്റ് അല്ലെങ്കിൽ സംശോധന എന്ന് ഹിന്ദിയിൽ പറയും, സിന്ധി ഭാഷ കടന്നു വരുന്നു. പിന്നീട് വരുന്നതാണ് കൊങ്കണി, നേപ്പാളി, മണിപ്പൂരി ഭാഷകൾ. ഈ 3 ഭാഷകളാണ്. അത് 1992 വരുന്നത്. അത് എത്രാമത്തെ അമെൻമെന്റ് ആണ്? 71ാമത്തെ അമെൻമെന്റിലൂടെയാണ് ഈ പറയുന്ന 3 ഭാഷകൾ കടന്നു വരുന്നത്. പിന്നെ നമുക്ക് കാണാൻ കഴിയും ബോഡോ, ഡോങ്കരി, മൈഥിലി, സന്താലി ഈ ഭാഷകൾ. അപ്പോൾ ഈ 4 ഭാഷകൾ 2003 92ാമത്തെ അമെൻമെന്റിലൂടെ.
അപ്പോൾ ഇതിൽ നിന്നും നിങ്ങളോട് ചോദിക്കുന്നത് 4 ഭാഷകൾ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഈ പറയുന്ന 8വീं അനുസൂചിയിലെ ഭാഷ ഏത് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 8വീं അനുസൂചിയിൽ ഉൾപ്പെടാത്ത ഭാഷ ഏതെന്ന് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്താണ് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, ഈ പറയുന്ന 8വീं അനുസൂചിയിലെ ഭാഷകൾ തന്നെ തന്നിട്ട് ചോദിക്കാം 21ാമത്തെ അമെൻമെന്റിലൂടെ വന്ന ഭാഷ ഏത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിന്ധി എന്ന ഭാഷയുണ്ടെങ്കിൽ സിന്ധിയാണ് അതിൽ ഉത്തരമായിട്ട് വരിക. അപ്പം ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ് ആദ്യകാല നാമകരണം ഉണ്ട്. അതും പ്രധാനപ്പെട്ട ഒരു പോർഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ കാണാം എന്താണ് ചാരൺകാൽ അല്ലെ. ചാരൺകാൽ എങ്ങനെയാണ്, ജോർജ് ഗ്രിയേഴ്സനാണ് ചാരൺകാൽ എന്ന പേര് കൊടുക്കുന്നത്. അതുപോലെ മിശ്രബന്ധുവിന്റെ പേരാണ് പ്രാരംഭിക്കാൽ. ആദ്യകാലിന് പ്രാരംഭിക്കാൽ എന്നാണ് മിശ്രബന്ധു കൊടുത്തിരുന്നത്. അതുപോലെ ബീച്ച് വപ്പൻകാൽ അതാരാണ് കൊടുക്കുന്നത്, മഹാവീർ പ്രസാദ് ദ്വിവേദി. ആചാര്യ മഹാവീർ പ്രസാദ് ദ്വിവേദിയാണ് എന്ത് ബീച്ച് വപ്പൻകാൽ എന്ന പേര് നൽകുന്നത്. പിന്നീട് ആചാര്യ രാംചന്ദ്ര ശുക്ല വീരഗാഥാകാൽ കൊടുക്കുന്നു. പിന്നീട് പണ്ഡിത് രാഹുൽ സൻകൃത്യായൻ എന്ത് പേരാണ് കൊടുക്കുന്നത്, സിദ്ധ സാമന്ത് കാലാണ്. സിദ്ധ സാമന്ത് കാലാണ്. പിന്നീട് ആചാര്യ വിശ്വനാഥ് പ്രസാദ് മിശ്ര ഏത് കാലാണ്, വീർകാൽ അല്ലെ. ആചാര്യ വിശ്വനാഥ് പ്രസാദ് മിശ്ര കൊടുക്കുന്ന പേരാണ് വീർകാൽ. പിന്നെ ഡോക്ടർ രാംകുമാർ വർമ്മ നൽകുന്ന പേരാണ് സന്ധികാൽ ഏവം ചാരൺകാൽ. സന്ധികാൽ ഏവം ചാരൺകാൽ എന്ന പേരാണ് കൊടുക്കുന്നത്. പിന്നെ ഹജാരി പ്രസാദ് ദ്വിവേദി, ആചാര്യ ഹജാരി പ്രസാദ് ദ്വിവേദി കൊടുക്കുന്ന പേര് ആദികാൽ. അപ്പൊ ആദികാൽ എന്ന പേരിൽ കൊടുക്കുന്നത് ആരാണ്, ആചാര്യ ഹജാരി പ്രസാദ് ദ്വിവേദിയാണ്. അതുപോലെ സുമൻ രാജ് ആധാർകാൽ എന്ന പേര് നൽകുന്നു. അപ്പൊ ഇത്രയുമാണ് ആദികാലിന്റെ നാമകരണം എന്ന് പറയുന്നത്. ചരൺകാൽ എന്ന് ജോർജ് ഗ്രിയേഴ്സൺ, പ്രാരംഭികാൽ മിശ്രബന്ധു. അതുപോലെ ഈ കാണുന്ന പേരുകളെല്ലാം ഓരോരുത്തരായിട്ട് കൊടുക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട പേരുകളാണ് ആദികാൽ എന്ന പേര് അല്ലെ. ആദികാലിന് തന്നെ കൊടുക്കുന്നത് ആരാണ്, ഹജാരി പ്രസാദ് ദ്വിവേദിയാണ്. അപ്പോൾ ആദികാൽ നാമകരണം നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് രീതികാൽ നാമകരണമാണ്. രീതികാൽ അറിയാം അല്ലെ, ഘനാനന്ദൊക്കെയുള്ള രീതികാല്, ഭൂഷണുള്ള രീതികാല്, കേശവദാസിന്റെ രീതികാല്. അപ്പൊ ഇതിന് എങ്ങനെയെല്ലാം ഉള്ള പേരുകളാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം. രീതി കാവ്യ എന്ന പേര് നൽകുന്നത് ജോർജ് ഗ്രിയേഴ്സൺ ആണ്. അതുപോലെ അലങ്കൃത് കാൽ കൊടുക്കുന്നത് മിശ്രബന്ധു തന്നെയാണ്. പിന്നെ രീതികാൽ എന്ന പേര് കൊടുക്കുന്നത് ആചാര്യ രാമചന്ദ്ര ശുക്ലാണ്. ശൃംഗാൽ കാൽ എന്ന പേര് ആചാര്യ വിശ്വനാഥ് പ്രസാദ് മിശ്ര കൊടുക്കുന്നുണ്ട്. അതുപോലെ കലാകാൽ എന്ന് പറയുന്നത് രമാശങ്കർ ശുക്ലരസ. ഇതിൽ ഭൂരിഭാഗവും നിങ്ങൾ പഠിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നാമകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കേട്ടറ്റിന് വളരെയധികം സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്ത് കേട്ടറ്റ് പാസ്സാവാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യകാലാവട്ടെ രീതികാലാവട്ടെ നാമകരണം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി നമുക്ക് സ്വയംഭുവെ പറ്റി നോക്കാം. അപ്പോൾ സ്വയംഭു നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരാളാണ് സ്വയംഭു അല്ലേ. അപ്പോൾ ഡോക്ടർ രാംകുമാർ വർമ്മനെ अपभ्रंश भाषा के प्रथम कवि स्वयंभू को हिंदी का प्रथम कवि माना है. അപ്പോൾ നമ്മുടെ ഡോക്ടർ രാംകുമാർ വർമ്മ ഹിന്ദിയുടെ പ്രഥം കവി എന്ന നിലയിൽ ആരെയാണ് കണക്കാക്കിയിരിക്കുന്നത്, സ്വയംഭുവിനെയാണ്. അപ്പോൾ അദ്ദേഹം അപഭ്രംശ ഭാഷയിലെ പ്രഥം കവിയാണ് അല്ലെ. അപഭ്രംശ ഭാഷയിലെ പ്രഥം കവി എന്ന നിലയിൽ ആരാണ്, നമ്മുടെ സ്വയംഭു ആണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രമുഖ ഗ്രന്ഥം എന്ന് പറയുന്നത് പൗമുശരി. പ്രമുഖ ഗ്രന്ഥ കോൺസാ ഹേ പൗമുശരി. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമകഥയാണ് അല്ലെ. രാം കാ ചരിത്ര അല്ലെ, ശ്രീരാമന്റെ ചരിത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ സ്വയംഭൂ കോ അപഭ്രംശ ഭാഷ കാ വാൽമീകി കഹാ ജാതാ ഹൈ. അപ്പോൾ ചോദിക്കാം അപഭ്രംശ ഭാഷ കാ വാൽമീകി എന്ന നിലയിൽ ആരാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയുക, സ്വയംഭൂ ആണ്. അപ്പോൾ സ്വയംഭൂ പറ്റി എന്തെല്ലാമാണ്, പൗമുചര്യു എന്ന അദ്ദേഹത്തിന്റെ പ്രമുഖമായ ഗ്രന്ഥം. അതുപോലെ ആദ്യ കവി എന്ന നിലയിൽ രാംകുമാർ വർമ്മയാണ് പറയുന്നത്. പിന്നെ അപഭ്രംശ ഭാഷയുടെ പ്രഥം കവി കൂടിയാണ്. അതുകൊണ്ട് അപഭ്രംശ ഭാഷ കാ വാൽമീകി എന്ന നിലയിൽ സ്വയംഭൂ അറിയപ്പെടുന്നു.
ഇനി സിദ്ധ സാഹിത്യത്തെ പറ്റിയാണ്. ഇപ്പൊ സിദ്ധ സാഹിത്യത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ സിദ്ധ സാഹിത്യത്തിൽ ആരാണ് മെയിൻ ആയിട്ട് വരുന്നത്? സർഹപ്പയാണ്. അപ്പൊ സർഹപ്പ കോ ഹിന്ദി കാ പ്രഥം കവി മാനാ ജാത്താ ഹെ അല്ലെ. സർഹപ്പയെ എന്താണ് ഹിന്ദിയുടെ പ്രഥം കവി എന്ന നിലയിൽ അറിയപ്പെടുന്നു. ഇനി അദ്ദേഹം എന്താ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട്, സരോജ് വജ്ര और രാഹുൽ ഭദ്ര ആദി നാമോം സേ ഭി ജാനാ ജാത്താ ഹെ. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, സരോജ് വജ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന കവി അല്ലെങ്കിൽ സരോജ് വജ്ര നാം സേ ജാനെ വാല കവി കോൻ ഹെ? തോ ആപ് ലോഗ് കഹേംഗെ സർഹപ്പ. അപ്പൊ അങ്ങനെ സർഹപ്പയെ രാഹുൽ ഭദ്ര എന്നും സരോജ് വജ്ര എന്നും വിളിക്കുന്നു. ഇനി എന്താണ്, സിദ്ധോനെ बौद्ध धर्म के वज्रयान तत्व का प्रचार करने के लिए जो साहित्य जन भाषा में लिखा वह हिंदी में സിദ്ധ സാഹിത്യക്ക് സീമാമേ ആത്ത. അപ്പൊ ഈ സിദ്ധ സാഹിത്യം എന്ന് പറയുന്നത് എന്താണ്? സിദ്ധന്മാര് ബൗദ്ധമതത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി അതിലെ എന്താണ് വജ്രയാൻ തത്വം. അപ്പൊ ബൗദ്ധ ധർമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വജ്രയാൻ തത്വം എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനഭാഷ ഉപയോഗിച്ചു. അങ്ങനെ എന്തായി മാറി? സിദ്ധ സാഹിത്യമായിട്ട് മാറി. ഇനി ज्योतिरीश्वर ठाकुर रचित वर्ण रत्नाकर नामक 14वीं शताब्दी के मैथिली ग्रंथ में 84 സിദ്ധോം के नाम दिए गए हैं. അപ്പൊ 84 സിദ്ധന്മാരെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത് എന്താണ്? ജ്യോതിരീശ്വർ ഠാക്കൂർ എഴുതിയ വർണ്ണ രത്നാകർ എന്ന ഗ്രന്ഥത്തിലാണ്. അത് 14ാം നൂറ്റാണ്ടിലാണ് മൈഥിലി ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 84 സിദ്ധന്മാരെ കുറിച്ച് പ്രതിപാദിച്ച പുസ്തകം എന്ന് ചോദിക്കുമ്പോൾ വർണ്ണരത്നാകറാണ് അത് എഴുതിയത്. ജ്യോതിരീശ്വർ ഠാക്കൂർ ഏത് നൂറ്റാണ്ടിലാണ്, അതായത് ഏത് സമയത്താണ്? 14ാം നൂറ്റാണ്ടിലാണ് അത് എഴുതിയത്. ഏത് ഭാഷയിലാണ്? മൈഥിലി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനിയൊരു ചോദ്യമാണ്. നിങ്ങൾ എല്ലാവരും എന്താണ് വെയിറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയുക. സഖി സമ്പ്രദായ ക പ്രവർത്തക് കോൻ ഹേ? സഖി സമ്പ്രദായ ക പ്രവർത്തക് കോൻ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ചൈതന്യ മഹാപ്രഭു, ഹിത ഹരിവംശ്, സ്വാമി ഹരിദാസ്, വല്ലഭ സമ്പ്രദായ. അപ്പൊ ഈ 4 ഇതില് വല്ലഭ സമ്പ്രദായം അല്ല, ഇവിടെ മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു. അപ്പൊ ഈ 3 ചൈതന്യ മഹാപ്രഭു ആണോ അതോ ഹിത ഹരിവംശാണോ സ്വാമി ഹരിദാസ് ആണോ എന്ന് ഏത് സഖി സമ്പ്രദായിക പ്രവർത്തക് എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അല്ലെ, നിങ്ങൾ ഇവിടെ ലൈവിലുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് നൽകുക? മറുപടി തരിക. ഞാൻ വെയിറ്റ് ചെയ്യാണ്, നിങ്ങളുടെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും പെട്ടെന്ന് എന്ത് ചെയ്യുക? ഓക്കെ, ആദ്യം റഹൂഫ് സമീമ സി എന്ന ഓപ്ഷനാണ് മാർക്ക് ചെയ്തത്. ഹൗലു അതുപോലെ ഹിതഹരിവംശ് അല്ലെ ബി എന്ന ഓപ്ഷനാണ്. പിന്നെ സ്വാമി ഹരിദാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗഥ അല്ലെ, ഗാഥ. അപ്പൊ ഗാഥ യു സി എന്ന ഓപ്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനിയും എന്താണ് മറുപടികൾ നിങ്ങൾക്ക് നൽകാം. അപ്പോൾ സി എന്ന ഓപ്ഷനിൽ 2 പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹരിദാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹിത ഹരിവംശ എന്ന ഓപ്ഷനും കിട്ടിയിട്ടുണ്ട്. ഇതിൽ ശരി ഏതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം? കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കട്ടെ. അപ്പോൾ എന്താണ് കൃത്യമായി കമന്റ് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് നോക്കാം, എങ്കിൽ ഉത്തരത്തിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ, സ്വാമി ഹരിദാസ് ആണ് ശരിയായ ഉത്തരം. അപ്പൊ 2 പേര് അല്ലെ, 2 പേര് സി എന്ന ഓപ്ഷൻ നൽകിയിരുന്നു. അപ്പോൾ എന്താണ് സഖി സമ്പ്രദായിക പ്രവർത്തക് എന്ന് പറയുമ്പോൾ സ്വാമി എന്താണ് ഹരിദാസ് ആണ്. ഇനി അടുത്തത് എന്താണ്? സാഹിത്യ അക്കാദമി സെ പുരസ്കൃത രചന. നമുക്കറിയാം എല്ലാ വർഷവും എന്താണ് കേന്ദ്ര സാഹിത്യ അവാർഡുകൾ പ്രഖ്യാപിക്കാറുണ്ട് ഓരോ ഭാഷയിലും. അതായത് 22 ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം അങ്ങനെ 22 ഭാഷകളിലും മികച്ച കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി നൽകി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഹിന്ദിയിൽ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ, പ്രധാനപ്പെട്ട കൃതികളെ പറ്റി നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ പത്ഥർ ഫേക്ക് റഹാഹൂം എന്ന ഒരു കവിതാ സംഗ്രഹ, അത് ചന്ദ്രകാന്ത് ദേവ്താലയുടേതാണ്. 2012 പബ്ലിഷ് അവാർഡ് ലഭിച്ചത്. 2012 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് പത്ഥർ ഫേക്ക് റഹാഹൂം. അത് ചന്ദ്രകാന്ത് ദേവ്താലയാണ് എഴുതിയത്. മറ്റൊരു കളക്ഷനാണ് ഗഗൻ ഗില്ലിൻ്റെതാണ് മേ ജബ് തക് ആയി ബാഹർ. മേ ജബ് തക് ആയി ബാഹർ അതും പോയട്രി കളക്ഷനാണ്, കവിതാ സംഗ്രഹമാണ്.
2024 എന്ത് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. ജ്ഞാനേന്ദ്രപതിയുടെ ഒരു കളക്ഷനാണ് സംശയാത്മ. അപ്പോൾ ഇതും എന്താണ് കവിതാ സംഗ്രഹമാണ്. സംശയാത്മ 2006 എന്ത് ലഭിക്കുന്നത്. അതുപോലെ മോഹൻദാസ് അതൊരു ലഘു ഉപന്യാസമാണ്. ഉദയപ്രകാശിന്റെ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു നോവലാണ്. അപ്പോൾ 2010 എന്ത് ഈ പറയുന്ന മോഹൻദാസിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ 4 പ്രധാനപ്പെട്ട കൃതികളാണ് പത്ഥർ ഫേങ്ക് രഹാ ഹൂം, മേ ജബ് തക് ആയി ബഹർ, സംശയാത്മ, അതുപോലെ മോഹൻദാസ്. അപ്പോൾ ഈ 4 കൃതികളും ഇവയ്ക്ക് എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷവും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു പോർഷനാണ് ഛായാവാദ്. ഛായാവാദ് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പൊ ഛായാവാദിനെ പറ്റി പറയുമ്പോൾ എന്താണ് ജയശങ്കർ പ്രസാദ്, സുമിത്രാനന്ദൻ പന്ത്, സൂര്യകാന്ത് ത്രിപാഠി നിരാല, മഹാദേവി വർമ്മ, ഈ 4 കവികളെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, മുക്കുട്ട്ധർ പാണ്ഡേനെ സർവപ്രഥം ഛായാവാദ് ശബ്ദ കാ പ്രयोग किया അല്ലെ. അപ്പോ ആദ്യമായിട്ട് ഛായാവാദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആരാണ്? നേരത്തെ പറഞ്ഞ 4 പേരല്ല, പിന്നെ മുക്കുട്ട്ധർ പാണ്ഡെയാണ്. പെട്ടെന്ന് ജയശങ്കർ പ്രസാദ് എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ മഹാദേവി വർമ്മ എന്ന് കാണുമ്പോൾ ചാടി വീണേക്കരുത്. കാരണം ഛായാവാദ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് മുക്കുട്ട്ധർ പാണ്ഡെ. അദ്ദേഹം ആരാണ്? ഒരു ആലോചകനാണ്. അപ്പോ ഛായാവാദിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് ആണ് ഛായാവാദ് സ്ഥൂൽ കെ പ്രതി സൂക്ഷ്മ ക വിദ്രോഹ്. അതാര് പറഞ്ഞതാണ്? ഛായാവാദ് സ്ഥൂൽ കെ പ്രതി സൂക്ഷ്മ ക വിദ്രോഹ് എന്ന് പറഞ്ഞത് ഡോക്ടർ നഗേന്ദ്ര ആണ്. ഡോക്ടർ നഗേന്ദ്ര. അതുപോലെ നേരത്തെ പറഞ്ഞു പ്രമുഖ കവി എന്താണ്? പ്രസാദ് പന്ത് നിരാല മഹാദേവി വർമ്മയാണ്. 4 സ്തംഭ് അല്ലെ. ചൗഥാ സ്തംഭ് അല്ലെങ്കിൽ 4 സ്തംഭ് ഹെ. ഛായാവാദ് के 4 स्तंभ के रूप में ये कवि माने जाते हैं. ഇനി മറ്റൊരു ചോദ്യമാണ് ശിവാജി നിമ്നലിഖിത് മേ കിസ്കെ ആശ്രയദാതാ थे. അപ്പൊ ശിവാജി എന്താണ് നിമ്നലിഖിത് മേ കിസ്കെ ആശ്രയദാതാ थे? നോക്കാം, ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ചിന്താമണി ത്രിപാഠി, മത്തിരാം, ഭൂഷൺ, ജസ്വന്ത് സിംഗ്. അപ്പൊ ഈ 4 കവികളില് ശിവാജിയുടെ ആശ്രയദാത ആരായിരുന്നു? ഈ 4 കവികളില് നമ്മുടെ ശിവാജിയുടെ ആശ്രയദാത ആരെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എന്താണ് ഉത്തരങ്ങൾ കമന്റ് ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ ചിന്താമണി ത്രിപാഠി, മത്തിരാം, ഭൂഷൺ, ജസ്വന്ത് സിംഗ്. ഇതിലാരാണ് ഏത് കവിയാണ് ശിവാജിയുടെ ആശ്രയദാത ആയിട്ട് ഇരുന്നത്? നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഉത്തരത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ചിന്താമണി ത്രിപാഠിയാണോ, അതോ മത്തിരാമാണോ, ഭൂഷണാണോ, എന്താണ് ജസ്വന്ത് സിംഗ് ആണോ നോക്കാം. ഓക്കെ, ഇവിടെ സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഭൂഷൺ അല്ലേ. അതുപോലെ ബി എന്ന് റഹൂഫ്, എന്താണ് മത്തിരാം ആണെന്ന് പറയുന്നുണ്ട്. ശിവാജിയുടേത് മത്തിരാമാണെന്ന് പറയുന്നുണ്ട്. ഇനിയും എന്താണ് ഉത്തരങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഹിന്ദി കേട്ടറ്റിൽ ഒരുപാട് എന്താണ് ചോദ്യങ്ങൾ ഇതുപോലെ വരും. കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി എന്ത് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് നോക്കിയാലോ, എങ്കിൽ ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം അപ്പോൾ ഭൂഷണാണ്. ഭൂഷണാണ് എന്ത് ശിവാജിയുടെ ആശ്രയദാതാവായിട്ട് ഇരുന്ന കവി എന്ന് പറയുന്നത് ഭൂഷണാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഇനി കബീർ സംബന്ധി നാട്ടകാണ്. അപ്പോൾ കബീർ സംബന്ധി നാട്ടക് എന്ന് പറയുമ്പോൾ എന്താണ് ഇക്താരെ കി ആങ്ക്, അതാരുടേതാണ്? മണി മധുകറിൻ്റെതാണ് ഇക്താരെ കി ആങ്ക്. അതുപോലെ കബീരാ ഖട ബസാർ മേ, അത് ഭീഷ്മി സാഹിനിയുടേതാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. പിന്നെ കഹൈ കബീർ സുനാ ഭായ് സാധോ, അത് നരേന്ദ്രമോഹന്റെ നാടകങ്ങളാണ്. അപ്പൊ ഈ 3 നാടകങ്ങളാണ്. ഒന്ന് ഇക്താരെ കി ആങ്ക്, അത് എഴുതിയത് മണി മധുക്കറിൻ്റെതാണ്. പിന്നെ ഭീഷ്മി സാഹ്നി കാ നാടക്, കബീരാ ഖട ബസാർ മേ, പിന്നെ നരേന്ദ്രമോഹന്റെ കഹൈ കബീർ സുനാ ഭായ് സാധോ.
ഇനി പ്രധാനപ്പെട്ട കാവ്യ പംക്തികളാണ്. അപ്പോൾ കാവ്യപംക്തികളും അതിൻ്റെ രചനാകാരന്മാരുമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതുപോലെ എന്താണ് കവിതാ വരികൾ തന്നിട്ട് ഇത് ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ചില വരികളും അത് എഴുതിയ ആൾക്കാരുമാണ്. അതുപോലെ ഏത് കവിതയിൽ ഏതാ ആണെന്നുമുള്ളതാണ്. അപ്പോൾ നോക്കാം. ആദ്യത്തേതാണ് തൂ ജൽ ജൽ ഹോത്ത ജിത്നാ ക്ഷയ് വഹ് സമീപ് ആത്താ ചല്ലാമയ്. അതാണ് തൂ ജൽ ജൽ ഹോത്ത ജിത്നാ ക്ഷയ് വഹ് സമീപ് ആത്താ ചല്ലാമയ്. അത് നമ്മുടെ മഹാദേവി വർമ്മയുടെ വരികളാണ്. മേരെ ദീപക്. അപ്പോൾ മേരെ ദീപക് എന്ന കവിതയിലെ വരികളാണ് ഏത്? തു ചൽ ജൽ ജൽ ഹോത്ത ജിത്നാ ക്ഷയ് വ സമീപ് ആത്ത ചലനാമയ്. രണ്ടാമത്തെ കവിതാ വരികൾ എന്ന് പറയുന്നത് എന്താണ്? ജബ് യെ ഹിൽത്തെ ഹേ മാ ഹിൽ ജാത്തി ഹേ और चौकस आंखों से देखती है क्या हुआ. जब ये हिलते हैं माँ हिल जाती है और चौकस आंखों से देखती है क्या हुआ. ഇത് ആരുടേതാണ്? കുമാർ അംബുജ്. സമകാലീൻ കവികളിലെ പ്രധാനിയാണ് കുമാർ അംബുജ്. കിവാഡ് എന്ന കവിതയിലെ വരികളാണ്. അത് അടുത്തത് നമുക്കറിയാം അല്ലെ? എന്താണ്? ശശി കിരണോ സെ ഉത്തർ ഉത്തർ കർ ഭൂപർ കാം രൂപ് നഭ്ചർ. ശശി കിരണോ സെ ഉത്തർ ഉത്തർ കർ ഭൂപർ കാം രൂപ് നഭ്ചർ. അപ്പൊ ഇതാരെഴുതിയതാണ്? സുമിത്രാനന്ദൻ പന്ത് അല്ലെ? പ്രഥമ രശ്മി എന്ന കവിതയിലെ വരികളാണ് എന്ത് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി അടുത്ത വരികളാണ് നിർദയ് ഉസ് നായക് നെ നിപട്ട് നിഠുരായി കി. നിർദയ് ഉസ് നായക് നെ നിപട്ട് നിഠുരായി കി. ഇത് ജൂഹി കി കലി അല്ലെ? വിജൻ വൻ വല്ലരി എന്ന് തുടങ്ങുന്ന ജൂഹി കി കലി എന്ന കവിതയിലെ വരികളാണ്. ഇതും പ്രധാനപ്പെട്ടതാണ്. ജൂഹി കലി ഛായാവാദത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. അപ്പൊ ഇതാരെഴുതി? സൂര്യകാന്ത് ത്രിപാഠി നിരാല. നിരാലയുടെ വരികളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി ഒരു ചോദ്യമാണ് നിമ്നലിഖിത് മേ സ്കന്ദഗുപ്ത് കാ സ്ത്രീ പാത്ര നഹി ഹൈ. അപ്പൊ സ്കന്ദഗുപ്ത് നാടകത്തിലെ സ്ത്രീ കഥാപാത്രമല്ലാത്ത ആളാ ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അതില് സ്കന്ദഗുപ്തിൻ്റെതല്ലാത്ത കഥാപാത്രം ഓപ്ഷൻസ് തരാം. മാലിനി, ദേവകി, ജേത, രാമ. ഈ 4 പേരില് എന്താണ് ആരാണെന്ന് നോക്കുക. മാലിനിയാണോ, ദേവകിയാണോ, ജേതയാണോ, രാമയാണോ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഞാനിനി നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ സ്കന്ദഗുപ്തിലെ സ്ത്രീപാത്രം അല്ലാത്തത് ഏതെന്നാണ്. ഓക്കെ, ഇവിടെ രജനി ഡി, രാമ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗാഥ ഡി തന്നെയാണ് രാമ. സി എന്ന് മാർക്ക് രാഹുലാണ്. ജേത്ത. അപ്പോൾ ജേത്ത എന്നും ഉണ്ട്, അതുപോലെ രാമ എന്നുമുണ്ട്. അപ്പൊ ഈ രണ്ട് പേരില് എന്താണ് ആരാണെന്നാണോ ഇനി നോക്കേണ്ടത്. അപ്പൊ 2 ഓപ്ഷൻ വന്നു. ഡിയും ഉണ്ട്, സിയും ഉണ്ട്. ഇനിയും ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സ്ത്രീ കഥാപാത്രങ്ങൾ. അപ്പൊ നിങ്ങൾ നോക്കുക, സ്കന്ദഗുപ്തൊന്ന് ആലോചിച്ച് നോക്കുക, ഏതെല്ലാം സ്ത്രീ കഥാപാത്രങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇല്ലാത്ത ആൾക്കാരെ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ജേത്ത. അപ്പോൾ ഇത് പറഞ്ഞത് റഹൂഫ് സമീമയാണ്. അപ്പോൾ റഹൂഫ് സമീമക്കൊരു ക്ലാപ്പ്. കാരണം ജേത്തയാണ് എന്ത്? നിമ്നലിഖിത് മേ സ്കന്ദഗുപ്ത് കാ സ്ത്രീ പാത്ര നഹി ഹൈ. കറക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്തത് പ്രമുഖ് സമകാലീൻ കാവ്യ സംഗ്രഹം. നിങ്ങളോട് ഈ പോയട്രി കളക്ഷന്റെ പേര് തന്നിട്ട് എന്ത് ചോദിക്കും? പോയട്രി കളക്ഷന്റെ പേര് നൽകിയിട്ട് ഇത് ആരുടെ പോയട്രി കളക്ഷൻ ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക? നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട കൃതികളുടെ പേര്. 1 സൻസദ് സെ സഡക് തക്. പ്രധാനപ്പെട്ട ഒരു കളക്ഷനാണ്. സുദാമ പാണ്ഡെ ധൂമിൽ. സുദാമ പാണ്ഡെ ധൂമിൽ. പിന്നെ പത്ഥർ കി ബെഞ്ച്, അത് ചന്ദ്രകാന്ത് ദേവ്താലയുടേതാണ്. പത്ഥർ കി ബെഞ്ച്. പിന്നെ വരുന്നതാണ് മുക്തി പ്രസംഗ്, രാജ് കമൽ ചൗധരി. ഇത്
കളക്ഷന്റെ പേര് പഠിക്കുമ്പോൾ ചിലത് ഇങ്ങനെ ചോദിക്കാം, ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ന ആളുടെ കവിതാ സംഗ്രഹം ഏത്, അല്ലെങ്കിൽ ഇന്ന ആളുടെ കവിതാ സംഗ്രഹമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാത്ത ഒരു കവിതാ സംഗ്രഹത്തിന്റെ പേര് നമുക്കറിയാമെങ്കിൽ, ഇത് ഇന്ന ആളുടേതാണെന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, സൻസദ് സെ സടക് തക് സുദാമ പാണ്ഡെ ധൂമിലിൻ്റെതാണ്. പിന്നെ വരുന്നത് പത്ഥർ കി ബെഞ്ചാണ്, അത് ചന്ദ്രകാന്ത് ദേവ്താലെ. പിന്നെ മുക്തി പ്രസംഗ് രാജ്കമൽ ചൗധരി. നയേ ഇലാക്കെ മേ അരുൺ കമൽ. നയേ ഇലാക്കെ മേ പ്രധാനപ്പെട്ട ഒരു കവിതയാണ്, നിങ്ങൾ കേട്ട് കാണും. ഇൻ നയേ ബസ്തി ഇലാക്കോ മേ ജഹാ റോസ് ബൻ രഹേ ഹേ നയേ നയേ മക്കാൻ എന്ന് തുടങ്ങുന്ന കവിതയാണ് നയേ ഇലാക്കെ മേ അരുൺ കമൽ. പിന്നെ അബൂദർ കബൂദർ ഉദയ് പ്രകാശിന്റെ കവിതയാണ്. അതുപോലെ കവിത കളക്ഷന്റെ പേര് കൂടിയാണ്. ഇതെല്ലാം കളക്ഷന്റെ പേരുകളാണ്, ഇതുപോലെ കവിതകളുമുണ്ട്. അപ്പൊ അബൂദർ കബൂദർ ആരാണ്? ഉദയ് പ്രകാശ്. നാടക് ജാരി ഹെ ലീലാധർ ജഗുടി അതിരിക്ത് നഹീം ഇത് വിനോദ് കുമാർ ശുക്ല. ऐसी कैसी നീന്ത് ഭഗവത് റാവത്ത്. അപ്പോൾ നോക്കുക, എല്ലാം പ്രധാനപ്പെട്ടതാണ്. സുദാമ പാണ്ഡെ ധൂമിൽ. ധൂമിലിന്റെ മുഴുവൻ പേരാണ് സുദാമ പാണ്ഡെ ധൂമിൽ എന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതാണ് സൻസദ് സെ സടക് തക്. ചന്ദ്രകാന്ത് ദേവ്താലയുടേതാണ് പത്ഥർ കി ബെഞ്ച്. പിന്നെ രാജ്കമൽ ചൗധരിയുടേതാണ് മുക്തി പ്രസംഗ്. പിന്നെ അരുൺ കമലിൻ്റെതാണ് നയേ ഇലാക്കെ മേ. പിന്നെ ഉദയ് പ്രകാശിൻ്റേത് അബൂദർ കബൂത്തർ. ലീലാധർ ജഗുഡിയുടേത് നാടക് ജാരി ഹെ. വിനോദ് കുമാർ ശുക്ലിൻ്റെയാണ് എന്ത്? അതിരിക്ത് നഹി. ഭഗവത് റാവത്തിൻ്റെതാണ് ऐसी कैसी നീന്ത്. ഇനി ഒരു ചോദ്യമാണ്, മൈഥിലി കിസ് ഉപഭാഷ കെ അന്തർഗത് ആനെ വാലി ബോലി ഹെ. അപ്പൊ മൈഥിലി ഏത് ഉപഭാഷ? 5 ഉപഭാഷകളാണ് ഉള്ളത് അല്ലെ. ഹിന്ദി ഭാഷാക്ക വികാസം നിങ്ങൾ പഠിച്ചു കാണാം, 5 ഉപഭാഷകളാണ്. അപ്പോൾ അതിൽ ഈ മൈഥിലി എന്ന ഉപഭാഷ ഏത് എന്താണ്? അല്ല, അത് മൈഥിലി എന്ന ഭാഷ ബോലി എന്താണ്? ഏത് ഉപഭാഷയുടെ അകത്ത് വരുന്നതാണ്? ഓപ്ഷൻ ഞാൻ തരാം. പൂർവി ഹിന്ദി, പഹാഡി ഹിന്ദി, ബിഹാരി ഹിന്ദി, പശ്ചിമി ഹിന്ദി. അപ്പം 4 ഉപഭാഷകളുടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പൂർവ്വ ഹിന്ദിയിലാണോ, പഹാഡിയിലാണോ, ബിഹാരിയിലാണോ, പശ്ചിമിയിലാണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. മൈഥിലി ഏത് ഉപഭാഷയുടെ അന്തർഗത് ആനെ വാലി ബോലി ഹെ? ആരാണ് ആദ്യം? റഹൂഫ് സമീമ. എ എന്നാണ്, പൂർവ്വ ഹിന്ദിയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നോക്കാം ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇനി വേറെ ആരെങ്കിലും എന്ത് ചെയ്യാം? കമന്റ് ചെയ്യുക. അപ്പോൾ ഒരാൾ മാത്രമാണ് ഇപ്പോൾ കമന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹൗലു സി എന്ന ഓപ്ഷൻ ബിഹാരി ഹിന്ദി എന്നാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ മൈഥിലിയാണ് ഇവിടെ. മൈഥിലി ഏത് ഉപഭാഷയുടെ അണ്ടറിൽ വരുന്നു എന്നുള്ളതാണ്. ഇനിയും ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഉത്തരം ഏതെന്ന് നോക്കാം. അപ്പോൾ ബിഹാരി ഹിന്ദിയാണ് അല്ലെ. അപ്പോൾ മൈഥിലി കിസ് ഉപഭാഷയ്ക്ക് അന്തർഗത് ആനെ വാലി ബോലി ഹെ ഏതാണ്? ബിഹാരി ഹിന്ദിയുടെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? മൈഥിലി എന്ന ഉപഭാഷ. അല്ല, മൈഥിലി എന്ന ബോലി. ഇനി ഒരു ചോദ്യമാണ്, നിംലിഖിത് മേ യശ്പാൽ കി കഹാനി നഹി ഹെ. അപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ യശ്പാലിന്റെ കഥയല്ലാത്തത് ഏതെന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് യശ്പാലിന്റെ കഥകൾ ഏതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഇല്ലാത്ത കഥ ഇന്ന ആളുടേതാണെന്നും കൃത്യമായിട്ട് അറിഞ്ഞാൽ നമുക്കത് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻസ് ഞാൻ തരാം. ഓപ്ഷൻ എ ദുഃഖ്, ഓപ്ഷൻ ബി ദൂസരി നാക്, ഓപ്ഷൻ സി രാജ നിർബൻസിയ, ഓപ്ഷൻ ഡി പർദ. ഇപ്പം 4 എന്തൊക്കെയാണ്? ദുഃഖ്, ദൂസരി നാക്ക്, രാജ നിർബംസിയ, പിന്നെ പർദ. അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക?
നോക്കിയിട്ട് പറയുക. അപ്പൊ ഇനി കമന്റ് എന്താണ്? ഉത്തരം കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക. യശ്പാൽ കി കഹാനി നഹി ഹെ. അപ്പൊ ഇതിൽ വേറൊരാളുടെ കഥ ഇതിൽ അടങ്ങിയിട്ടുണ്ട്, അത് പറയാം. ഇപ്പൊ ബിഹാരി ഹിന്ദി എന്ന് അത് നേരത്തെ എൻ്റെ ആൻസർ ആയിട്ട് പറയുന്നുണ്ട്. ഹൗലു പർദ എന്നാണ് പറയുന്നത്. 4ാമത്തെ പർദയാണ് യശ്പാലിന്റെ അല്ലാത്തത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 പേരിൽ ഇത്തിരി വേറിട്ട് നിന്നുകൊണ്ടാണോ പർദ? അപ്പൊ നോക്കാം. ദുഃഖ്, ദൂസറി നാക്ക്, രാജ നിർബംസിയ, പർദ. ഓക്കെ, അപ്പൊ ഇനി ആരാണ്? ഡി തന്നെയാണ്, പർദ തന്നെയാണ്. അല്ല, റഹൂഫ് ദുഃഖ് എന്ന് ശ്രീവിദ്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പൊ 3 പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിയായ ഉത്തരം ഏത് നമുക്ക് നോക്കാം. ഇനിയും ആരെങ്കിലും കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, ഉത്തരം നമുക്ക് നോക്കാം. രാജ നിർബംസിയയാണ് ശരിയായ ഉത്തരം. പർദയല്ല, രാജ നിർബംസിയ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ബാക്കി ദുഃഖ്, ദൂസറി നാക്ക്, പർദ, ഇത് 3 ആരുടേതാണ്? യശ്പാലിന്റെ കഹാനിയാണ്. അപ്പോ രാജ നിർബംസിയ ആരുടെ കഥയാണ്? കമലേശ്വർ. രാജ നിർബംസിയ കമലേശ്വറിന്റെ കഥയാണ്. ഇത് അത്യാവശ്യം ഡിസ്കസ് ചെയ്യപ്പെട്ടുള്ള കഥയാണ്. അപ്പോൾ രാജ നിർബംസിയ കിസ്കി കഹാനി ഹെ? കമലേശ്വർ കി കഹാനി ഹെ. ഇനി അടുത്തതിലേക്ക് പോകാം. ഇനി പ്രമുഖ ഉപന്യാസാണ്, പ്രധാനപ്പെട്ട നോവലുകളുടെ പേരുകളാണ്. അപ്പോൾ ഒന്ന് എന്താണ്? ധർമ്മവീർ ഭാരതിയുടെ ഗുനാഹോം കാ ദേവത. ഗുനാഹോം കാ ദേവത എന്താണ്? ധർമ്മവീർ ഭാരതി. പിന്നെ സൂരജ് കാ സാത്വാ ഘോഡ. സൂരജ് കാ സാത്വാ ഘോഡ എന്ന നോവല് ധർമ്മവീർ ഭാരതിയുടെ തന്നെയാണ്. 2 നോവലുകൾ അല്ലേ? ഒന്ന് ഗുനാഹോം കാ ദേവത, പിന്നെ സൂരജ് കാ സാത്വാ ഘോഡ. പിന്നെ ഒരു നോവലിന്റെ പേരാണ് ഏക് ഇഞ്ച് മുസ്കാൻ. അത് 2 പേര് കൂടി സംയുക്തമായിട്ട് എഴുതിയതാണ്. ഏതാണ്? രാജേന്ദ്ര യാദവും മന്നു ഭണ്ഡാരി. 2 പേരും എന്താണ്? ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അല്ലെ? അപ്പൊ 2 പേരും തമ്മിൽ ഒരുമിച്ച് എഴുതിയതാണ്. രാജേന്ദ്ര യാദവും മന്നു ഭണ്ഡാരിയും കൂടെ എഴുതിയതാണ് ഏത്? ഏക് ഇഞ്ച് മുസ്കാൻ. അതുപോലെ പ്രേത് ബോൾത്തെ ഹേം രാജേന്ദ്ര യാദവിൻ്റെതാണ്. പ്രേത് ബോൾത്തെ ഹേ രാജേന്ദ്ര യാദവ്. അതുപോലെ ലാപത്ത പ്രഭാകർ മാച്വേ. പ്രഭാകർ മാച്വേയുടെ നോവലാണ് ലാപത്ത എന്നൊരു ഫിലിം ഉണ്ട്, പക്ഷെ അതും വ്യത്യസ്തമുണ്ട്. യഹ് പന്ത് ബധു ഥ, നരേഷ് മെഹ്ത. യഹ് പന്ത് പഥു ഥ, അതാരുടേതാണ്? നരേഷ് മെഹ്ത. പിന്നെ പാഗൽ കുത്തോം കാ മസീഹ ഏതാണ്? സർവേശ്വർ ദയാൽ സക്സേന. അപ്പൊ സർവേശ്വർ ദയാൽ സക്സേനയുടേതാണ് എന്ത്? പാഗൽ കുത്തോം കാ മസീഹ നോവല്. അതുപോലെ ലൗട്ടേ ഹുവേ മുസാഫിർ കമലേശ്വറിൻ്റെതാണ്. കമലേശ്വറിന്റെ നോവലാണ് ലൗട്ടേ ഹുവേ മുസാഫിർ. ഇത് MG യൂണിവേഴ്സിറ്റിയിൽ ഒക്കെ പണ്ട് പഠിക്കാനുണ്ടായിട്ടുണ്ട്, ഡിഗ്രിക്ക്. പിന്നീട് എന്താണ്? സമുദ്രമേ ഖോയാ ഹുവ ആദ്മി, അതും കമലേശ്വറിൻ്റെതാണ്. അതും പഠിക്കാനുണ്ടായിട്ടുള്ള നോവലാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ധർമ്മവീർ ഭാരതിയുടെ 2 എണ്ണം ഉണ്ട്. ഗുനാഹോം കാ ദേവത, സൂരജ് കാ സാത്വാ ഘോഡ. അതുപോലെ കമലേശ്വറിന്റെ 2 നോവലുണ്ട്, ലൗട്ടേ ഹുവേ മുസാഫിർ, പിന്നെ സമുദ്രമേ ഖോയാ ഹുവ ആദ്മി. ഓക്കെ, അപ്പം ഇത്രയും നോവലുകൾ എന്താണ് നിങ്ങൾക്ക് നോക്കി വെക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഇതിൽ നിന്ന് നോവലുകൾ ഏതെങ്കിലും പേര് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ തന്നിട്ട് ഇതിൽ ആരുടെ നോവൽ, അല്ലെങ്കിൽ ഇൻമേസെ എന്താണ് ഇൻകാ നോവൽ അല്ലെങ്കിൽ ഉപന്യാസ് നഹി ഹെ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാവുന്നതാണ്.
ഓക്കെ, ഇനി കാലാണ്. കാല് നിങ്ങൾക്കറിയാം അല്ലേ? എന്താണ് ഇതിപ്പോ കാലിൽ ഇപ്പൊ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് ഏത് കാലാണെന്ന് പറയാൻ കഴിയുമോ? ഇതെല്ലാം 3, 6 ഉണ്ട് അല്ലെ? 6 ടൈപ്പ് കാലുണ്ട്. അപ്പൊ 6 ടൈപ്പ് കാല് വരുന്നതിൽ എന്താണ് വർത്തമാൻ കാല്, ഭൂത്കാൽ, ഭവിഷ്യത് കാൽ, ഈ 3 ഏത് കാലാണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് 6 ഏത് കാലിൽ വരുന്നതാണ്? അപ്പൊ നിങ്ങൾ വേഗം പറയാ, എന്താണ് കമന്റ് ചെയ്യാ. ഇത് ഏത് കാലാണത്? വർത്തമാൻ കാലാണോ ഇത് കണ്ടിട്ട്? അതോ ഭൂത്കാലാണോ അതോ ഭവിഷ്യത് കാലാണോ എന്ന് നോക്കിയിട്ട് പറയുക. ഓക്കെ, ഭൂത്കാലാണ്. ചന്ദ്രബാബു പറഞ്ഞു ഭൂത്കാലാണ്. ഓക്കെ, അപ്പൊ നോക്കാം. വഹ് ഗയ അല്ലെങ്കിൽ ഉസ്നെ ഖാന ഖായ, അത് ഭൂതകാലില് ഏത് ഭൂതകാലാണ്? അപ്പൊ ഇതെല്ലാം ഫോർമാറ്റുകളാണ്. ഇത് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന്റെ തന്നിട്ട് ഇത് ഏത് ഭൂതകാലാണെന്ന് പറയാനും ചോദിക്കാവുന്നതാണ്. അപ്പൊ വഹ് ഗയ, വഹ് ചല, ഉസ്നെ ഖാന ഖായ, ഉസ്നെ സോയ, എന്താണ് പിന്നെന്താ ഉസ്നെ ഖരീദ് ലിയ, ഖരീദ, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഐ മീൻ എന്ത് ഭൂതകാലാണ്? ഏത് ഭൂതകാലാണത്? അതെ, ഭൂതകാലാണ് ഒരു. പക്ഷേ ഏത് സാമാന്യാണോ, അസന്നാണോ, പൂർണ്ണാണോ, താത്കാലികാണോ, ഹേതുമത്താണോ, സന്ദിഗ്ധാണോ എന്നൊക്കെയുള്ള ചോദിച്ചത് അല്ലെ? ഏതൊക്കെയുണ്ട്? सामान्य भूतकाल, आसन्न भूतकाल, पूर्ण भूतकाल, अपूर्ण भूतकाल, संदिग्ध भूतकाल, हेतु मत भूतकाल. इस प्रकार 6 भूतकाल, 6 ടൈപ്പ് ഭൂത്കാലുണ്ട്. നോക്കാം. വഹ് ഗയ എന്താണ്? സാമാന്യ ഭൂത്കാലാണ്. വഹ് ഗയ സാമാന്യ ഭൂത്കാൽ. വഹ് ഗയ ആവട്ടെ, ഉസ്നെ ഖാന ഖായ എന്നാവട്ടെ, വഹ് ചല. അപ്പൊ ഇതിലെന്താണ് പെട്ടെന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് അല്ലെ? ചല, ഗയ, ഖായ, സോയ, ദൗഡ, പിന്നെന്താണ് ബൈഠ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്തിൽ വരുന്നു? സാമാന്യ ഭൂതകാലിൽ വരുന്നു. ഇനി അടുത്തത് നോക്കുക. വഹ് ഗയാഹെ, ഈ പറയുന്ന സാമാന്യ ഭൂതകാല ഫോർമാറ്റിന്റെ കൂടെ ഒരു ഹേ ചേർന്നപ്പോൾ എന്തായി മാറി? വഹ് ഗയാഹെ. വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നാകുമ്പോൾ ആസന്ന ഭൂതകാൽ ജസ്റ്റ് ഹാപ്പൻഡ്, ജസ്റ്റ് വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് കഴിച്ചോളൂ, ജസ്റ്റ് ഉറങ്ങിയുള്ളൂ എന്നുള്ള പറയില്ലേ? എന്താ അഭി സോയാഹെ. അപ്പോൾ ഇവിടെ എന്താണ്? വഹ് ഗയാഹെ എന്താണ്? ആസന്ന ഭൂത്കാലാണ്. ഇനി വഹ് ഗയാഥ. വഹ് ഗയാഥ എന്ന് പറയുമ്പോൾ എന്താ? പോയിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഉസ്നെ ഖാന ഖയാഥ എന്നൊക്കെ വരാം. അതെന്താണ്? വഹ് ഗയാഥ അത് എന്താണ്? പൂർണ്ണ ഭൂത്കാലാണ്. പൂർണ്ണ ഭൂത്കാൽ, വഹ് ഗയാഥ. ഇനി വീണ്ടും നമ്മൾ എന്താണ്? അടുത്ത ടെൻസിലേക്ക് വരുന്നു. വഹ് ജാരഹാഥ അല്ലെ? എന്താണ്? വഹ് ജാരഹാഥ. വഹ് ജാരഹാഥ എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടിന്യൂസ് ആണ്, ഭൂതകാലിലാണ്. അപ്പോൾ താത്കാലിക് ഭൂതകാലം എന്നും പറയും, പിന്നെ അപൂർണ ഭൂതകാലം. കാരണം കംപ്ലീറ്റ് ആയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അപൂർണ ഭൂതകാലം എന്നും പറയും. അപ്പോൾ വഹ് ജാരഹാഥ, അപ്പം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വഹ് ഖാന ഖാരഹാഥ, വഹ് സോരഹാഥ, വഹ് ബൈഠ രഹാഥ, വഹ് ദൗഡ് രഹാഥ, വഹ് ചൽ രഹാഥ. ഇതെല്ലാം എന്താണ്? രഹാത്ത എന്നൊക്കെ വരുന്നത് എല്ലാം എന്താണ്? താത്കാലിക അല്ലെങ്കിൽ അപൂർണാണ്, അപൂർണ ഭൂതകാലാണ്. ഇനി അടുത്ത് നോക്കാം. വഹ് ഗയാ ഹോഗ, പോയിട്ടുണ്ടാവും. അപ്പൊ ഒരു സംശയത്തോടു കൂടി പറയുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? സന്ദിഗ്ധ ഭൂതകാൽ എന്ന് പറയുന്നു. സന്ദിഗ്ധ ഭൂതകാൽ. അപ്പോ വഹ് ഗയാ ഹോഗ, സന്ദിഗ്ധ ഭൂതകാൽ. പിന്നെ എന്താണ്? യദി വ ജാത ശ്യാമ ആത്തി. അപ്പൊ അവൻ പോയിരുന്നെങ്കിൽ ശ്യാമ വന്നേനെ എന്നർത്ഥത്തിൽ. അത് ഹേതുമത് ഭൂതകാൽ എന്ന് വിളിക്കുന്നു. അപ്പോ ശ്യാമ വഹ ജാതി തോ രാം വഹ ആത്തി എന്ന് വേണമെങ്കിൽ പറയുന്ന പോലെ എന്താ? അത് എന്ത് ഭൂതകാലാണ്? ഹേതുമത് ഭൂതകാൽ. അപ്പൊ ഏതൊക്കെ നോക്കി? വഹ് ഗയാ, വഹ് ഗയാ ഹേ, വഹ് ഗയാ ഥാ, വഹ് ജാ രഹാ ഥാ, വഹ് ഗയാ ഹോഗ, യദി വ ജാത ശ്യാമാത്തി അല്ലെ? അപ്പോ സാമാന്യ ഭൂതകാൽ, ആസന്ന ഭൂതകാൽ, പിന്നെ പൂർണ്ണ ഭൂതകാൽ, അപൂർണ ഭൂതകാൽ,
പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് സന്ദിഗ്ധ ഭൂതകാൽ, പിന്നെ ഹേതു ഹേതുമത് ഭൂതകാൽ. അപ്പൊ ഈ 6 ടൈപ്പ് ഭൂതകാലാണ് എന്ത് നമുക്ക് ഉള്ളത്. 6 ടൈപ്പ് ഭൂതകാലാണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി അടുത്തതൊരു ചോദ്യമാണ് സർവനാം സെ ബനി ഭാവവാചകസഞ്ജ. സർവനാമിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ഭാവവാചകസഞ്ജയാണ്. അപ്പൊ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ലിഖാവട്ട്, ചൂട്ട്പൻ, അപ്നാപ്പൻ, ലടക്പൻ. അപ്പൊ ഇതില് സർവനാമിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതെല്ലാം എന്താണ് ഭാവവാചകസഞ്ജയാണ്. പക്ഷേ സർവനാമിൽ നിന്നുള്ള ഭാവവാചകസഞ്ജയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് മാത്രം നിങ്ങൾ പറയാം. ലിഖാവട്ടാണോ, ചൂട്ട്പട്ടാണോ, അപ്നാപ്പനാണോ, ലടക്പൻ എന്താണോ? അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് എഴുതുക. അപ്പൊ ഞാൻ എന്താണ് നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ലിഖാവട്ട്, ചൂട്ട്പന്, അപ്നാപ്പൻ, ലടക്പൻ. ഈ 4 എന്താണ് ശരിയായ ഉത്തരം? ഓക്കെ, ആരാണ്? ശ്രീവിദ്യ ശങ്കർ അപ്നാപ്പൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്നാപ്പൻ എന്ന ഉത്തരം മാർക്ക് ചെയ്തിരിക്കുന്നു. അത് ശരിയാണോ നമുക്ക് നോക്കാം. കാരണം ഏതെല്ലാം എന്താണെന്നൊക്കെ നോക്കാം അല്ലെ. ഓക്കെ, സി തന്നെയാണ്. ഇപ്പൊ ആരാണ്? മുബി മുഹമ്മദും ഹൗലും അപ്നാപ്പനാണ്. ബി ആണ് ആര്? ചൂട്ട്പൻ എന്ന് അജിത് കുമാർ പറയുന്നത്. ബി. ഇതില് കറക്റ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. സി എന്ന് ആരാണ്? ഡി എന്നും പറയുന്നുണ്ട്. അഹൂഫ് ഡി. ലടക്പൻ പറയുന്നുണ്ട്. സി എന്ന് അഖില പറയുന്നുണ്ട്. അഖില ഷിബു. അപ്പോ കറക്റ്റ് ഉത്തരം വരുന്നത് അപ്നാപ്പൻ ആണ് അല്ലെ. അപ്ന എന്താണ്? സർവനാമാണ്. എന്ത് സർവനാമാണ്? നിജവാചക സർവനാമാണ്. ഖുദ്, സ്വയം, അപ്ന. അപ്ന കാം കർ मैंने मुझे करना है, मुझे अपने को काम करने दो. അപ്പൊ അപ്നാപ്പൻ എന്നത് സ്വന്തത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് ഭാവവാചക സംജ്ഞയാണ്. ലിഖാവട്ട് ലിഖിനയിൽ നിന്നും, ചൂട്ടേപ്പൻ എന്താ? ചൂട്ട് ജാന. പിന്നെ ലടക്പൻ ലഡ്ക. അപ്പൊ ഇതിൽ നിന്നും എല്ലാം എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് ഭാവവാചക സംജ്ഞകൾ കിട്ടുന്നുണ്ട്. അപ്പോ എന്താണ് സർവനാം സെ ബനി ഭാവവാചക സംജ്ഞ എന്ന് പറയുന്നത് അപ്നാപ്പനാണ്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യമാണ്. ഗർമ ദൂത് പീന ലാഭദായക് ഹോത്താ ഹൈ. ഗർമ दूध पीना लाभदायक होता है. इस वाक्य में कौन सी विशेषण है? ഇതിൽ ഏത് വിശേഷൻ ആണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. സാർവനാമിക്, പരിമാണവാചക്, ഗുണവാചക്, സംഖ്യാവാചക്. അപ്പൊ ഇതിൽ എന്താണ് വിശേഷനാണ് ചോദ്യം. ഗർമ ദൂത് പീന ലാഭദായക് ഹോത്താ ഹൈ. അപ്പൊ എന്തായാലും ഗർമ എന്നുള്ള വാക്കായിരിക്കും ഇതിൽ വിശേഷനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അത് എന്തിൽ വരുന്നു എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താ കമന്റ് വേഗം വരിക. എന്താണ് ശ്രദ്ധിച്ച് സെന്റൻസ് വായിക്കുക. എന്നിട്ട് നോക്കാം എന്ത് ഇതിൽ വിശേഷനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഏതെന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, റഹൂഫ് ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പരിമാൺ. പരിമാൺ എന്ന് പറയുമ്പോൾ അളവിനെയാണ് അല്ലെ. ഇവിടെ ദൂത്ത് എന്ന് ഉപയോഗിച്ചത് കൊണ്ട് ദൂത്തിന്റെ കൂടെ എല്ലാം എന്താവണമെന്നില്ല, അളവാവണമെന്നില്ല. അപ്പൊ അതിനു മുമ്പ് യൂസ് ചെയ്ത ഗർം എന്ന വാക്കാണ്. ഗർം എന്ന വാക്ക് നോക്കുക. ഗർം ദൂത്ത്. അപ്പൊ ദൂത്തിനെ വിശേഷിപ്പിക്കുന്ന ഗർമാണ്. പരിമാൺ തന്നെയാണ് പറയുന്നത്. സി ആരാണ്? മുബി പറഞ്ഞിട്ടുണ്ട്. റഹൂഫ് പറഞ്ഞിട്ടുണ്ട്. സി എന്ന്, അതായത് ഗുണവാചകാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഗർഭം എന്നുള്ളത് ഗുണവാചകാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം വരുന്ന ഗുണവാചക് തന്നെയാണ്. കാരണം ഗുണം അല്ലെ, പാലിന്റെ ഗുണത്തെയാണ് സൂചിപ്പിച്ചത്. ഗർമ ദൂത്, ചൂട് പാല്, തണുപ്പാണെങ്കിൽ ഠണ്ട എന്ന് യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഗുണങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചതാണ് എന്ത് ഗുണവാചക് എന്ന് പറയുന്നത്. गर्म दूध पीना लाभदायक होता है. इस वाक्य में कौन सी विशेषण है? गुणवाचक विशेषण है. ഇനി വിശേഷണ की അവസ്ഥ എന്താണ്?
വിശേഷണം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എന്ത്? മൂലാവസ്ഥ, ഉത്തരാവസ്ഥ, ഉത്തമാവസ്ഥ. ഈ 3 അവസ്ഥകളെ പറ്റി നിങ്ങൾ നോക്കുക. എന്താണ്? ഉദാഹരണമായിട്ട് മൂലാവസ്ഥ എന്ന് പറയുമ്പോൾ സുന്ദർ. അപ്പൊ സുന്ദർ നിന്നും എന്ത് വരുന്നു? സുന്ദർത്തർ. ഉത്തമാവസ്ഥയിലാകുമ്പോൾ എന്തായി മാറുന്നു? സുന്ദർത്തം. വിത്തറും തമ്മും ചേർക്കുമ്പോഴാണ് വ്യത്യാസം വരിക അല്ലെ. സുന്ദർ, സുന്ദർത്തർ, സുന്ദർത്തം. ഓക്കെ, ഇനിയൊരു എന്താണ് വരിയാണ്. എന്താണ്? തൂം തൂം കർത്താ തൂം ഭയ മുജ്മേ രഹി നഹൂം വാരി ഫേരി ബലി ഗയി ജിത്ത് ദേഖോ തിത്തു. അല്ല, ഈ വരി ആരെഴുതിയതാണ് എന്നുള്ളതാണ്. ഈ പങ്ക്തി അല്ലെ, ഇത് ആരുടെ പങ്ക്തിയാണ്? ഞാൻ ക്ലൂ തരുവാണെങ്കിൽ ഭക്തികാലിലെ ഒരു കവിയുടെ പങ്ക്തികളാണിത്. തൂം തൂം കർത്താ തൂം ഭയ മുജ്മേ രഹി നഹു വാരി ഫേരി ബലി ഗയി ജിത്ത് ദേഖോ തിത്തു. ഇത് ആരുടെ വരികളാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഒരുപാട് കവികളുണ്ട് ഭക്തികാലിൽ അല്ലെ. റൈദാസ് ഉണ്ട്, അലൂപ്ദാസ് ഉണ്ട്, സൂർദാസ് ഉണ്ട്, മീരാബായി ഉണ്ട്, തുളസിദാസ് ഉണ്ട്, കബീർദാസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കവികൾ എന്തിലുണ്ട്? നമ്മുടെ ഭക്തി സാഹിത്യത്തിലുണ്ട്. അതില് ഈ വരികൾ ആരെഴുതി അല്ലെങ്കിൽ ആരുടേതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ കൊള്ളാം. ഞാൻ വെയിറ്റ് ചെയ്യാണ്. കമന്റ് നിങ്ങൾ പെട്ടെന്ന് ഇടുക. നിങ്ങൾ ലൈവ് ഇരുന്ന് എന്താണ് നോക്കി വേഗം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊന്ന് വായിച്ചു നോക്കാം അല്ലെ. ഇതിന്റെ മീനിങ് എങ്ങനെയാ വരിക? നീ എന്ന ഇതാണ് അഹംഭാവത്തെ പറ്റി പറയുന്നതാണ്. തൂം തൂം കർത്താ തൂം ഭയ, അതായത് ഈശ്വരനോട് അടുക്കുന്നതിന്റെ കാര്യം പറയുന്നതാണ്. അപ്പോൾ എന്താണ്? ഇതിൽ നിന്നുള്ള എല്ലാ അഹന്തകളും മാറിപ്പോയി എന്നാണ്. വാരി ഫേരി ബലി ഗയി ജിത്ത് ദേഖോ തിത്തു അല്ലെ. എവിടെ നോക്കിയാലും നീയാണ് എന്ന ഇതിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സൂർദാസ് എന്ന ഹൗലു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കബീർദാസ് എന്ന അജിമോൾ പറഞ്ഞിട്ടുണ്ട്. മുബി സൂർദാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ തുളസിദാസ് എന്നും വന്ന 3 പേരായിപ്പോ അല്ലെ. സൂർദാസ് പറഞ്ഞു, കബീർദാസ് പറഞ്ഞു, തുളസിദാസ് പറഞ്ഞു അല്ലെ. സൂർദാസ് എന്ന് പറയുമ്പോൾ കൃഷ്ണഭക്തി കവിയാണ്. തുളസിദാസ് എന്ന് പറയുമ്പോൾ രാംഭക്തി കവിയാണ്. കബീർദാസ് ആണെങ്കിൽ നിർഗുണാണ്. എന്തില്ല, പ്രത്യേകിച്ച് ആരുമില്ല. അപ്പോൾ ഈ പറയുന്ന വരികൾ ആർക്കാണ് കൂടുതൽ ആപ്റ്റ് എന്നുള്ളതാണ്. എനിവേ ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? കബീർദാസ് ആണ്. അപ്പൊ കബീർദാസ് കി പങ്ക്തിയാ ഹേ എന്താണ്? തൂ തൂ കർത്താ തൂ ഭയ മുജ്മേ രഹി നഹു വാരി ഫേരി ബലി ഗയി ജിത്ത് ദേഖോ തിത്തു. അപ്പൊ ഈശ്വരനെ കുറിച്ച് പറയുന്നതാണ്. ഈശ്വർ കോ ജഹാ ദേഖോ എന്താണ്? വഹാ മുझे മേരാ സാരാ അഹംഭാവ് ഖത്തം ഹോ ഗയ എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ സൈക്കോളജി ക്ലാസ്സുകൾ കേട്ടു, മലയാളം ക്ലാസ്സുകൾ കേട്ടു, അതുപോലെ ഹിന്ദി അല്ലേ. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് ഹിന്ദിയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ഹിന്ദിയും കേട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല ഭംഗിയിൽ പഠിക്കുക. അപ്പം എല്ലാവർക്കും എന്താണ് ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല പോലെ എന്താണ് കേട്ടിട്ട് പരീക്ഷ എഴുതി പാസ്സാവട്ടെ എല്ലാവർക്കും അല്ലേ. അക്ലോറയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവർക്കും കേട്ടിട്ട് കിട്ടട്ടെ എന്ന് ഞാനിവിടെ ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.